ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് V-Guardൻ്റെ സിംഗിൾ ഫേസ് DP 16 വേയുടെ DP നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നുണ്ടോ? അതായത് 16W എന്ന് മാർക്ക് ചെയ്തിരിക്കുക, 16 വേ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമുക്കിതിൽ കൊടുത്തിരിക്കുന്നത് സിംഗിൾ ഫേസ് DP ആണ് വന്നിരിക്കുന്നത്. DBൻ്റെ MRP ജസ്റ്റ് ഒന്ന് നോക്കാം, 2730 വന്നിരിക്കുന്നത്. അത് MRP കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും അതിനേക്കാൾ റേറ്റ് കുറച്ച് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇനി അതിൻ്റെ ഡോറ് കാര്യങ്ങൾ, അതായത് ഡോറ് V-Guardൻ്റെ DBയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ട് ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല നമുക്ക് ഒരു കുറച്ചുകൂടി സാധാരണ DBകൾ വാങ്ങിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ലിങ്കറാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ന്യൂട്രൽ ലിങ്ക്, അതുപോലെ തന്നെ അതിൻ്റെ ലിങ്കർ, പിന്നെ അതുപോലെ സെൻറ്ററിൽ വന്നിരിക്കുന്നത് നമ്മൾ MCB എല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം MCBയുടെ ജസ്റ്റ് മുകളിൽ കൊടുക്കുന്ന ഒരു സെപ്പറേറ്റ് ഒരു പീസാണ് വന്നിരിക്കുന്നത്. അത് മെറ്റലിൻ്റെ ഷീറ്റ് തന്നെയാണ്. ഇത് കൂടാതെ തന്നെ അതിൻ്റെ തന്നെ ഡോറ് വന്നിട്ടുണ്ട്. ആ ഡോറ് സെപ്പറേറ്റ് പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെയുണ്ട്. ഇതാണ് നമ്മുടെ DB വന്നിരിക്കുന്നത്. സാധാരണ DBയേക്കാൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്, കുറച്ചുകൂടി ഹൈ സ്ട്രോങ് ആണ്. അത് മാത്രമല്ല ന്യൂട്രൽ ലിങ്ക്, അതായത് ന്യൂട്രൽ ലിങ്ക് ഏറ്റവും മുകളിൽ കാണുന്നത്, അതുപോലെ തന്നെ എർത്ത് ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എർത്ത് ലിങ്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന 2 സൈഡുണ്ട്. അത് ജസ്റ്റ് ഞാൻ പറയാം. ഇനി നമ്മൾ DB ഉറപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, ഇത് ഓൾറെഡി തേപ്പ് കഴിഞ്ഞിടക്കുന്ന ഭിത്തി ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു പ്രൊജക്ഷൻ, ഒരു 2 mm അല്ലെങ്കിൽ 3 mm മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 mm പ്രൊജക്ഷൻ നമ്മൾ കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ ഡോറ് കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്, സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സൈഡ് മാർക്ക് ചെയ്തതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനിമം മാക്സിമം പോയി കഴിഞ്ഞാൽ 5 mm കൂടുതൽ നമ്മൾ ഒരിക്കലും ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് ഇടേണ്ട ആവശ്യമില്ല. ഒരുപാട് ഉള്ളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഡോറ് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് MCB നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ MCB ഉള്ളിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വെക്കണം എന്ന് പറയുന്നത്. ഈ 2 നമ്മുടെ എർത്ത് ലിങ്കിന്, എർത്തുകൾ നമ്മുടെ സർക്യൂട്ടുകളിൽ നിന്ന് വരുന്ന എർത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 നമ്മൾ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രൽ ലിങ്ക് ആണ് കാണുന്നത്. ആ ന്യൂട്രൽ ലിങ്ക് അതിൻ്റെ മുകളിൽ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു മാസ്കിൻ ടേപ്പ് പോലെ കണ്ടോ, അത് കമ്പനി തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു കാര്യമാണ്. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇത് നമ്മൾ അതിൻ്റെ വയറിങ് ഡ്രസ്സിങ് കാര്യം ചെയ്യുന്ന സമയത്ത് അത് തുരുമ്പുടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പല കമ്പനികളുടെയും. പക്ഷേ അത് കറക്റ്റായിട്ട് അവർ ഒരു മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. ഇതാണ് DBയുടെ ബാക്ക് സൈഡ് വരുന്നത്. നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ലെവൽ കാര്യങ്ങൾ വെച്ചതിന് ശേഷം കറക്റ്റ് ചെയ്ത് നമ്മൾ പരിക്കല്ല് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ 3 ഫേസ് DB ഉണ്ട്, സിംഗിൾ ഫേസ് DB ഉണ്ട്, പല ടൈപ്പ് DBകളുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു 16 വേ എന്ന് പറഞ്ഞാൽ 16 MCB ആണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 2 ഒരു MCBക്ക് ഒരെണ്ണമാണ് ഒരു വേ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഐസൊലേറ്റർ കൊടുക്കുകയാണെങ്കിൽ സിംഗിൾ ഫേസ് ഐസൊലേറ്റർ കൊടുക്കുമ്പോൾ 2 MCBയുടെ സ്പേസ് എടുക്കും. ഒരു RCCB കൊടുക്കുന്ന സമയത്ത് 2 MCBയുടെ സ്പേസ് എടുക്കും. അങ്ങനെ ടോട്ടൽ നമുക്ക് 4 MCBയുടെ സ്പേസ് ആണ് എടുക്കുന്നത്. ബാക്കി 12 MCB നമുക്ക് കൊടുക്കാം. അതായത് നമുക്കൊരു വീട്ടിൽ അത്യാവശ്യം വരുന്ന സർക്യൂട്ട് കാര്യങ്ങൾ എണ്ണി നോക്കി കഴിഞ്ഞാൽ ഒരു 12 സർക്യൂട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ 16 വേയുടെ DB നമുക്ക് കൊടുക്കാം, 12 സർക്യൂട്ട് കൊടുക്കാം. ബാക്കി 4 ഐസൊലേറ്ററും ELCBക്ക് ആയിട്ട് പോകും. ഇനി അതല്ല അതിനേക്കാൾ കൂടുതൽ സർക്യൂട്ട് കാര്യങ്ങൾ വരുന്ന സമയത്തിന് വേണമെങ്കിൽ നമുക്ക് 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യാം. 3 ഫേസ് DBനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് V-Guardൻ്റെ DBനെ കുറിച്ചിട്ട് എത്ര വേ ആണെന്നും എത്ര വേയിൽ നമുക്ക് എത്ര MCB കൊടുക്കാമെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.